ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഷടപടയെന്ന് ഞാൻ ഹിന്ദു അനാലിസിസ് അങ്ങ് ചെയ്ത് വെക്കാം. അത് ഞങ്ങൾ കേട്ടുള്ള അനാലിസിസ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ 2.24 lakh വാക്സിനേറ്റഡ് ഇൻ 2 days, 447 റിപ്പോർട്ടഡ് അഡ്വേഴ്സ് റിയാക്ഷൻ എടുത്ത് 447 പേരാണ്. അപ്പോൾ 6 സ്റ്റേറ്റിൽ മാത്രമേ സൺഡേ നടന്നിട്ടുള്ളൂ. ഇനി ലിമിറ്റ് ചെയ്ത് പയ്യെ ബാക്കി എല്ലാവർക്കും കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് വലുതായിട്ട് ഇപ്പോൾ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾ നോക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾ ആ ഒരു ഇതിലാണെങ്കിൽ നിങ്ങൾ ഏത് രീതിയിൽ ആർക്ക് ആദ്യം വാക്സിനേഷൻ കൊടുക്കും, അങ്ങനെ എസ് എ ക്വസ്റ്റ്യൻസ് അത് നമ്മുടെ GS 3 ചോദിക്കാനുള്ള ചാൻസ് ഉള്ളൂ. ഫാമേഴ്സ് പെർമോൺ കണ്ടക്ടിങ് റിപ്പബ്ലിക് ഡേ ട്രാക്ടർ പരേഡ്. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഒന്ന് ഫ്രീഡം ഓഫ് സ്പീച്ച് ഓഫ് എക്സ്പ്രഷനാണ് ഇവിടെ വരുന്നത്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷനാണ്. അപ്പോൾ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും നമ്മുടെ ഗവൺമെൻറ് റെസ്ട്രിക്ഷൻസ് എഗെയിൻസ്റ്റ് എങ്ങനെയാണ് അത് തമ്മിലുള്ള ഒരു ടസിലാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ജസ്റ്റ് അതും കൂടെ നോക്കിയേക്കാം. അല്ലാതെ വേറെ ഒന്നും നിങ്ങളിതിൽ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ അടുത്തത്, ഡൽഹി സ്കൂൾസ് 2 Chinese സ്മാഷൻസ് ഹെൽഡ് ഇൻ ബൈ ED ഫോർ മണി ലോണ്ടറിങ്. അപ്പോൾ ഹവാല റാക്കറ്റ് നടത്തിയ ആൾക്കാരാണ് ഷെൽ ഫോംസിൽ. ഓക്കെ, സോ യൂത്ത് ഗോഡ് ഇത് വേണ്ട. ഇത് ആൾക്കാർ മരിച്ച ആൾക്കാരാണ് തോന്നുന്നു കേട്ടോ. പാരൻസ് ഓഫ് റോഡ് ആക്സിഡൻറ്റ് വിക്ടിംസ് ഷുഡ് ബി കോമ്പൻസേറ്റഡ്. സോ റോഡ് ആക്സിഡൻറ്റ് വിക്ടിംസിൻ്റെ പാരൻസിന് കോമ്പൻസേഷൻ കൊടുക്കണം. കാരണം അവർ ചിൽഡ്രനിൽ പല സ്റ്റേജസ് ഓഫ് ലൈഫിലും അവർ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ബേസിസാണ് ഇവിടെ വരുന്നത്. ഡൽഹി ഹൈക്കോർട്ടാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ കൂടെ കോമ്പൻസേഷൻ കൊടുക്കണം, അത്രയേ ഉള്ളൂ. HC സ്റ്റേസ് ഓർഡർ സമ്മണിങ് ട്രാവൽ കമ്പനി CEO ഇൻ ചീറ്റിംഗ് കേസ്. അത് വേണ്ട. Capital to say explore crowdfunding to help 2 children with rare diseases. വേണ്ട. വെയിറ്റ് 1 second. ഇത് ഹൈക്കോർട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഫൈനലൈസേഷൻ ഡ്രാഫ്റ്റ് ഹെൽത്ത് പോളിസിയിലുള്ള ഒരു ഇഷ്യൂവിനെ ഫൈനലൈസ് ചെയ്യുന്നതിന് മുന്നേ ഒരു സ്പെസിഫിക് ടൈം ലൈൻ കൊടുത്തിരിക്കുകയാണ്. അതായത് 2 ചിൽഡ്രൻ ഉള്ള ആൾക്കാർക്ക്, അതിൽ ഒരാൾ റെയർ ഡിസീസായ ഡുഷenne മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടിങ് എക്സോസ്പിറ്റലി നമ്മുടെ ഈ ഒരു ഡിസീസിന് എക്സോർബിറ്റൻ്റ്ലി, അതായത് ഏറ്റവും നല്ല പൈസ ആവുന്ന മെഡിസിൻസ് ഇമ്പോർട്ട് ചെയ്താണ് വരുത്തുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് ക്രൗഡ് ഫണ്ടിങ് നടത്താൻ വേണ്ടിയിട്ടാണ് കോടതി സമയം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഫൈനലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ടു ഹെൽത്ത് ആൻഡ് ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ഇസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. അത് സുപ്രീം കോടതി അംഗീകരിച്ച റൈറ്റാണ്. ഓക്കെ, ആൻഡ് HC ഓൾസോ ഡയറക്റ്റഡ് ദ സെക്രട്ടറി ടു ഗീവ് എ സ്പെസിഫിക് ടൈം ലൈൻ. അതായത് ഡ്രാഫ്റ്റ് ഹെൽത്ത് പോളിസി ഓൺ റെയർ ഡിസീസസ് 2020 വന്നൊരു ഡ്രാഫ്റ്റാണ്. അത് ഇതുവരെ എന്ത് ചെയ്തില്ല, വെളി വന്നിട്ടില്ല. സോ അത് കുറച്ചുകൂടി പെട്ടെന്ന് അത് കൊണ്ടുവരണം. അങ്ങനെ റെയർ ഡിസീസ് ഉള്ള ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു പോളിസിയാണ്. മദർ ലോസസ് ചൈൽഡ്സ് കസ്റ്റഡി ഫോർ ടോർച്ചർ. അറ്റാക്ക് ഓൺ PCC ചീഫ്. കോൺഗ്രസ് കോൾ ഫോർ ത്രിപുര ബെഞ്ച്. റീസ്റ്റോർ 4G കണക്ഷൻ. അത് വേണ്ട. അടുത്തത്, MBA graduate 3 other held in Bihar for supplying illicit liquid. അത് വേണ്ട. കാർഗോ തെഫ്റ്റ്. അത് വേണ്ട. ഐ തിങ്ക് ഇറ്റ്സ് ഇൻ അത് മൺഡേ ആണല്ലേ. ഇന്ന് എക്കണോമിക്സ് ഇല്ലായിരിക്കും. ഓക്കെ, ഐ ലവ് മൺഡേസ്. I hate economics. Okay, injecting confidence. India must ensure appraisal of the prowess of the vaccine is disseminated widely. അപ്പോൾ ഇന്ത്യയുടെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിനേഷൻ ഡ്രൈവാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ വാക്സിനേഷൻ ഡ്രൈവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ 3350 സെഷൻ വീതം 2 ലക്ഷം ആൾക്കാർക്കാണ് വാക്സിനേഷൻ കിട്ടിയിട്ടുള്ളത്. കോവിഷീൽഡ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട വാക്സിനായ കോവിഷീൽഡ് വാക്സിനാണ് ഇവർക്ക് കൊടുത്തത്. അതിൽ എല്ലാ സ്റ്റേജിലും കൊടുത്തിട്ടുണ്ട്. വേറെ 12 സ്റ്റേറ്റ്സിന് മാത്രമേ വാക്സിനേഷൻ സൈറ്റ്സ് കോവാക്സിൻ വഴി അഡ്മിനിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ട്രാൻഷ് ഓഫ് വാക്സിനിൽ 11 മില്യൺ ഡോസസ് ഓഫ് കോവിഷീൽഡും 5.5 മില്യൺ ഓഫ് കോവാക്സിനുമാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്കറിയാമല്ലോ. ആദ്യം നമ്മൾ കൊടുക്കുന്നത് ഹെൽത്ത് കെയർ വർക്കേഴ്സ്, സാനിറ്റേഷൻ വർക്കേഴ്സ്, മുനിസിപ്പൽ വർക്കേഴ്സ്, അവർക്കാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതൊരു ഇൻഡിപെൻഡൻസ് വരുന്ന ഒരു സമയം, നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഫസ്റ്റ് ഡേ. അപ്പോൾ നമുക്കറിയാം നമ്മൾ ആർക്കും നമുക്ക് എന്ത് ചെയ്യുക, വാക്സിനേഷൻ നമ്മൾ വേറെ കൺട്രിയിൽ നിന്ന് ലാഗ് ആവാതെ തന്നെ നമ്മൾ അവരോടൊപ്പം തന്നെ നമ്മൾ വാക്സിനേഷൻ ആവുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം 1 വർഷം ആവുന്നേ ഉള്ളൂ നോവൽ കൊറോണ വൈറസ് പാൻഡമിക് സ്റ്റാർട്ട് ചെയ്തിട്ട്. എന്നിട്ട് വി ഹാവ് കം അപ്പ്. ഇതൊരു കമൻറ്റബിൾ അച്ചീവ്മെൻറ്റ് തന്നെയാണ്. പക്ഷേ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, വാക്സിനേഷൻ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ തന്നെ വാക്സിനേഷൻ എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാക്സിനേഷൻ ട്രയൽസ് ഒന്നും എത്തിക്കലായ രീതിയിലല്ല നടന്നിട്ടുള്ളത്. അപ്പോൾ അതൊരു ഇഷ്യൂ ആണ്. അപ്പം
മാത്രമല്ല ഒരുപാട് ഇഷ്യൂസ് ഇതിൽ വരുന്നുണ്ട്. അപ്പം ഫൈനൽ അനാലിസിസ് ഫേസ് 3 ട്രയൽസും ഫുൾ ലൈസൻസും കിട്ടുന്നത് മാസങ്ങളെടുക്കും ഇനിയും വരാനായിട്ട്. അതുവരെ ഒരു റാഷണൽ സയൻറ്റിഫിക് പാർട്ട് എന്ന് പറയുന്നത് ഒരു വാക്സിൻ, അതായത് പൊട്ടൻഷ്യൽ റിസ്ക് ഒന്നും ഇല്ല എന്ന് ഗവൺമെൻറ് അപ്രൂവ് ചെയ്യുന്നവരെ നമ്മൾ എന്ത് ചെയ്യുക, വാക്സിനേഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചൈൽഡ്ഹുഡ് ഇമ്മ്യൂണൈസേഷനൊക്കെ നമ്മൾ ഒരുപാട് രീതിയിൽ നമ്മൾ വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ദർ ഈസ് റീസണബിൾ കോൺഫിഡൻസ് ദാറ്റ് എ കൺട്രി ഹാസ് എക്സിക്യൂട്ടീവ് എബിലിറ്റി ടു സ്കെയിൽ അപ്പ് വാക്സിനേഷൻ. ദി അപ്രൂവൽ ഓഫ് വാക്സിൻ earlier this month has seen divisions among scientists and doctors themselves on sagacity of the government promoting both Covishield and Covaxin as being equivalent to one another. They are not. അപ്പം നമുക്കറിയാവുന്ന കാര്യം എന്ന് പറയുന്നത് ക്ലിനിക്കൽ ട്രയലിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. അതിൻ്റെ എഫിക്കസി ഇതുവരെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ US യുണൈറ്റഡ് കിങ്ഡത്തിലൊക്കെ കുറേയൊക്കെ എഫിക്കസി എങ്കിലും പ്രൂവ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതിനേക്കാളും കുറച്ച് റൂമർ മോങ്ങറിങ് ആൾക്കാരുണ്ട്, പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചിട്ട് ആൾക്കാർക്ക് മുന്നിൽ നമ്മൾ കുറേ കൂടി ഗവൺമെൻറ് ഷുഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ പീപ്പിൾ ആൻഡ് ടെൽ ലൈക്ക് ദേഴ്സ് നോ ഇഷ്യൂസ് ഇൻ ദാറ്റ്. എഫിക്കസി പ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും വളരെയധികം ഇഷ്യൂസ് ഒന്നും ഇല്ല എന്ന് നമുക്ക് ആൾക്കാരെ പറഞ്ഞ് ധരിപ്പിക്കാൻ സാധിക്കണം. അടുത്തത് അപ്ഡേറ്റ് ഡിബേറ്റ്. അപ്പോൾ നമ്മുടെ digital companies ആണ് privacy of citizen is too important to be left to business practices of digital companies. അപ്പോൾ വാട്സാപ്പിൻ്റെ ഡിസിഷനാണ്, അതായത് പ്രൈവസി പോളിസി അപ്ഡേറ്റ് ഡിലേ ആക്കിയിട്ടുള്ള പോളിസിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് യൂസേഴ്സ് സിഗ്നൽ എന്ന് പറഞ്ഞ ആപ്പിലേക്ക് മാറിയില്ല. അപ്പോൾ നമുക്ക് തന്നെ അറിയാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരുന്നതുകൊണ്ട് തന്നെ ഡിലേ ചെയ്തിട്ടുണ്ട്. എന്നാലും അവർ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, അപ്ഡേറ്റ് ഡിലേ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഫേസ്ബുക്ക് ഓണിൻ്റെ ആപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഫേസ്ബുക്ക് ഓൺ ചെയ്തതിന് ശേഷമാണ് വാട്സാപ്പിന് എത്ര ഇഷ്യൂസ് ആയിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ February 8 ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വെച്ചിരുന്നത്. അപ്പോൾ ഇത് വാട്സാപ്പ് പോളിസി അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് യൂസേഴ്സിനെ സ്പൂക്ക് ചെയ്തിട്ട് അവരെ പ്രൈവസി കോംപ്രമൈസ് ആയി പോകുന്നു എന്നുള്ളത് സിഗ്നലും ടെലഗ്രാമിലും പല ആപ്പിലും പോയി. അപ്പോൾ വാട്സാപ്പ് നമ്മുടെ സിഗ്നൽ ആപ്പ് യൂസ് ചെയ്യുന്ന സെയിം എൻഡ് ടു എൻഡ് ഇൻസ്ക്രിപ്ഷൻ പ്രോട്ടോകോൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. And under fire, WhatsApp on its part has tried to allay fears about privacy being compromised because of the updates. It has put out numerous messages and taken out advertisement to convey that the changes are related to optional business features on WhatsApp and provides further transparency about how we collect user data. നമ്മൾ രാവിലെ എനിക്ക് നോക്കിയപ്പോൾ സുക്കറണ്ണൻ ഒരുപാട് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഓക്കെ, സോ ഒരുപാട് ബിസിനസ് ഇൻട്രാക്ഷൻ വാട്സാപ്പ് വഴി നടക്കുന്നുണ്ട്. നമ്മൾ തന്നെ ഒരുപാട് കമ്പനീസിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ അവർ ഏറ്റവും ഫാസ്റ്റായിട്ട് നമുക്ക് എല്ലാവർക്കും ഉള്ളത് വാട്സാപ്പാണ്. സോ അതുവഴിയായിരിക്കും മെയിനായിട്ടുള്ള ഡീറ്റെയിൽസും മെയിൽസൊക്കെ അയക്കുന്നതിനോട് PDF ഡയറക്റ്റ് വാട്സാപ്പ് വഴിയാണ് അയക്കുന്നത്. അപ്പോൾ അതൊക്കെ വളരെയധികം പ്രൈവസി എന്ത് ചെയ്യുന്നു, വയലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ $19 billion ആണ് ശരിക്കും പറഞ്ഞാൽ വാട്സാപ്പ് വാങ്ങിച്ചത് ഫേസ്ബുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ യൂസേഴ്സിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പ്ലാൻസും ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കറിയാം യൂറോപ്പിൻ്റെ കാര്യത്തിൽ യൂറോപ്പിലൊരു സംഭവമുണ്ട്, ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ. ഓക്കെ, അത് GDPR എന്നാണ് നമ്മളെല്ലാവരും അറിയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ആപ്സിൻ്റെ തന്നെ ഒരു ആപ്പിൽ നിന്ന് മറ്റൊരു ആപ്പിലേക്കുള്ള ഡാറ്റാസ് ഷെയർ ചെയ്യത്തില്ല. അപ്പോൾ US users there are in control of their data much more than anywhere else in the world. India could do with such a law, and all it has is a draft version of a law, and it has been so for a few years now. Privacy of billion citizens is too important a thing to be left just to the practices of a commercial enterprise. It will be reassuring if it's guaranteed by a strong law. ഒരു സ്ട്രോങ് ലോ നമുക്ക് ഇന്ത്യയിലില്ല. യൂറോപ്യൻ ലോ, ആ ലോ പോലെ നമുക്ക് ഒരു GDPR ലോ ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും അല്ലേ. അടുത്തത് അൺട്രാവലിംഗ് ഓഫ് ലിബറൽ ഗ്ലോബലിസം. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ട്രംപിസമോ ആൻറ്റി ഗ്ലോബൽ പൊളിറ്റിക്സുമോ ഒന്നും അല്ല ഡിഫീറ്റ് ചെയ്തിട്ടുള്ളത്. വെറും ട്രംപ് മാത്രമേ പോയിട്ടുള്ളൂ. നമുക്കറിയാം ഇതൊരു IR ആണ്. എന്നാലും നിങ്ങൾക്കിത് പഠിക്കണമെന്നില്ല, കാരണം ഇതിനി വരുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പം വന്നു കഴിഞ്ഞിട്ട് ചിന്തിച്ചാൽ മതി. ഓക്കെ, അതായത് ഇനി പുതിയ ആൾ വരുമ്പോൾ എങ്ങനെയാണെന്നുള്ള പോളിസി ഷിഫ്റ്റ് ആയിട്ട് നമുക്കത് വളരെ ഹൈലി ആയിട്ട് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഇങ്ങനെയൊന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് വരില്ല. മീൻസിന് ഡയറക്റ്റ് എങ്ങനെയാണ് ഇന്ത്യൻ ഫെഡറലിസം ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ. ഓവറായിട്ട് നിങ്ങളത് നോക്കണ്ട, വെറുതെ സമയം കളഞ്ഞ് തല പോയിക്കേണ്ട ആവശ്യമില്ല. ഫിനാൻഷ്യൽ ബൂം അറ്റ് എ ടൈം ഓഫ് എക്കണോമിക് സ്റ്റാഗ്നേഷൻ, ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചിട്ടുണ്ടല്ലേ ഇപ്പോൾ എക്കണോമി ഭയങ്കര സ്റ്റാഗ്നൻ്റ് ആണ്, പക്ഷേ ഒരു ഫിനാൻഷ്യൽ ബൂം നടക്കുന്നുണ്ട്. നമുക്കറിയാം ഡൈവേർജൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ സ്റ്റാഗ്നൻ്റ് റിയൽ സെക്ടേഴ്സ് നടന്നിരിക്കുകയാണ്. ബൂമിങ് ഫൈനാൻഷ്യൽ ആൻഡ് സ്റ്റാഗ്നൻ്റ് റിയൽ സെക്ടർ. അപ്പോൾ അതിനൊരു ഡൈവേർജൻസ് നടന്നിരിക്കുകയാണ്. അത് നമ്മൾ ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമാണെന്നുള്ളതാണ്.
അതായത് ഇന്ത്യയുടെ മേജർ സെക്കൻഡറി സ്റ്റോക്ക് മാർക്കറ്റാണ് സെൻസെക്സ്, ദ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഓഫ് BSE ലിമിറ്റഡ്, അല്ലെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഫോർമലി ആയിരുന്ന ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആണ് എന്ത്, സെൻസെക്സ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അപ്വേർഡ് പാത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇൻ ബിറ്റ്വീൻ കുറച്ച് ടെമ്പററി ഡൗൺ സൈഡ്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും തിരിച്ചിപ്പോഴും അത് മുകളിലോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എലോങ് വിത്ത് സ്പെക്കുലേറ്ററി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഇൻ റിയൽ എസ്റ്റേറ്റ്, ഗോൾഡ് ആൻഡ് ഈവൻ കമ്മോഡിറ്റീസ്. അപ്പോൾ ഈ 3 സംഭവത്തിലും ഇപ്പോഴും ഫിനാൻഷ്യൽ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഇതേപോലെ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഫിനാൻഷ്യൽ ഗെയിൻസ്, ഇത് ട്രാൻസാക്ഷനിലുള്ളതെന്ന് പറയുന്ന സംഭവം ഒരു റിയൽ എക്കണോമിയിൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റീവ് ഗെയിൻസ് ഒന്നും ഇതിൽ വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ റിയൽ എക്കണോമി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ IPOs ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്, ഫ്ലോട്ടിംഗ് ഓഫ് ഷെയർ വളരെ കുറവാണ്. അപ്പോൾ നമ്മളൊരു കൊറോണ വൈറസ് പാൻഡമിക് സ്റ്റാർട്ട് ചെയ്ത ഏപ്രിൽ ജൂൺ ആ സമയത്താണ് ഇത് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പോലും ഏപ്രിൽ ജൂൺ സമയം നമ്മൾ ഫസ്റ്റ് ക്വാർട്ടർ എന്ന് അതാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ GDP ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് -23.1% എത്തിയത്. അടുത്തതെന്ന് പറയുന്നത് റിയൽ ടേംസിലാണ്, GDP ഇൻ റിയൽ. ഓക്കെ, റിയൽ GDP ആണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് ക്വാർട്ടറിലെ ഡീസലറേഷൻ വീണ്ടും കണ്ടിന്യൂ ചെയ്തിട്ട് -7.5%-ലെത്തി. ഒഫീഷ്യൽ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് 2020-21 എന്ന് പറയുന്നത് നെഗറ്റീവ് അഗെയിൻ ഓഫ് -7.5% ആണ്. അപ്പോൾ GDP ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഈവൻ ബിഫോർ പാൻഡമിക്കിൽ തന്നെ നമുക്കറിയാം കുറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. 6.12 4.18% വരെ ആയി. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. അപ്പോൾ അഡ്വാൻസ്ഡ് എക്കണോമീസിൽ പോലും ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. പാരഡോക്സ് ഓഫ് കണ്ടിന്യൂയിങ് ഫിനാൻഷ്യൽ ബൂം വിത്ത് റിയൽ എക്കണോമി going through a stagnation has been found to be replicated in other developing as well as advanced economies. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്കറിയാം ബ്രസീൽ, അർജന്റീന തുടങ്ങിയ കൺട്രീസിലൊക്കെ ഇതേപോലെ സംഭവമുണ്ട്. എലോങ് വിത്ത് US-ലും UK-ലും ഇത് വന്നിട്ടുണ്ട്. സൈമൾട്ടേനിയസ്ലി സ്റ്റോറി ഓഫ് ദി എംപ്ലോയ്മെൻറ്റ് ഇൻ ദി കൺട്രീസ് ഹാസ് ബീൻ ഡിസ്മൽ. അതായത് ജോബ് ലെവൽ എന്ന് പറയുന്നത് വളരെ കുറവായിട്ടുണ്ട്. ആവശ്യമുള്ള ജോബ് ലെവൽസിനേക്കാളും വളരെ കുറവാണ്. അപ്പോൾ ഡിസ്കോർഡ് വിത്ത് കൺട്രീസ് ബിറ്റ്വീൻ ദ റിയൽ ആൻഡ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ശരിക്കും പറഞ്ഞാൽ എക്കണോമീസിൽ ഉണ്ടാകുന്ന ഒരു ഡിസൊനൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. Thus, in India, a bonanza reaped in stock market bears no testimony to the dark side of the economy. This including uprooting of migrants following the pandemic lockdowns, protesting farmers on land rights, and vast streams of jobless in the countries. അപ്പോൾ it remains an open question whether this can continue. ഇങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനെ റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയും അതേസമയം നമ്മുടെ എക്കണോമി വളരെ സ്റ്റാഗ്നൻ്റ് ആയിട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? അതെന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ ഒരു ഗ്ലൂമാണ്, നോട്ട് ഓൺലി ടു ദോസ് ഹാവിങ് എ ലാർജ് എക്സ്പോഷർ ഇൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്, പക്ഷേ എക്കണോമി മൊത്തത്തിലായിട്ട് ഒരു പ്രശ്നമാണ് വരാൻ പോകുന്നത്. ഇതാണ് കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ സെക്ടറിൻ്റെ ഒരു ബൂമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ സസ്റ്റൈനബിലിറ്റി എത്ര കാലം ഇതേപോലെ ബൂമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കേണ്ട കാര്യം. ഫ്ലോസ് ഓഫ് ഫൈനാൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് നോ കൗണ്ടർ പാർട്ടാണ് അല്ലെ പ്രൊഡക്റ്റീവ് സൈക്കിൾ. അത് ഫസ്റ്റ് അത് ചെയ്ത ആളാണ് കാൾ മാർക്സ്. അത് ഫിക്ഷ്യസ് ക്യാപിറ്റൽ എന്നാണ് നമ്മൾ ഫൈനാൻസിനെ പറയുന്നത്. അപ്പോൾ ഫ്ലോസ് ഓഫ് ഫിക്ഷ്യസ് ഫൈനാൻസ് കൺസിസ്റ്റ് ഓഫ് ക്രെഡിറ്റ്സ് ഇൻ സർക്കുലേഷൻ, ബോൺസ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ഉണ്ട്, പിന്നെന്താണ് ഇങ്ങനെ. അപ്പോൾ ഏർണിംഗ് ഫ്രം ഫിക്ഷ്യസ് ക്യാപിറ്റൽ ഇൻക്ലൂഡ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ്, ഡിവിഡൻസ് ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഫിക്ഷ്യസ് ക്യാപിറ്റലിൽ നിന്ന് കിട്ടുന്ന ഏർണിങ്സ്. അപ്പോൾ ഇത് യൂസ് ചെയ്താണ് നമ്മൾ ഫോർവേഡ്സിലും ഫ്യൂച്ചേഴ്സിലൊക്കെ നമ്മൾ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഹെഡ്ജ് ചെയ്യും. അൺസർട്ടനിറ്റി, ഒരു റെഗുലേറ്റഡ് മാർക്കറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഹെഡ്ജ് യൂസ് ചെയ്യുന്നത്, ഹെഡ്ജസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്, ഈ ഡെറിവേറ്റീവ്സ്, ഈ പ്രോഫിറ്റ്സ് ആണ്. ഈ ഡെറിവേറ്റീവ്സിലും ഫോർവേഡ്സും ഫ്യൂച്ചേഴ്സും ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹെഡ്ജസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ അൺഏൺഡ് അല്ലെങ്കിൽ റെൻറ്റിയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് വന്ന് വീഴുന്നത്. ഡിസ്പൈറ്റ് ദ ഫാക്ട് ദറ്റ് ഫ്ലോസ് ഓഫ് ഫിക്ഷ്യസ് ഫൈനാൻസ് ഡു നോട്ട് ഒറിജിനേറ്റ് ഫ്രം ദ റിയൽ എക്കണോമി നല്ല ഈ ഫിക്ഷ്യസ് ഫിനാൻസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഫിനാൻഷ്യൽ വെൽത്ത് ഉണ്ടാവാനായിട്ടൊരു സർക്യൂട്ട് ഇവിടെ വരാത്തത്. അപ്പം ഫിനാൻഷ്യൽ സർക്യൂട്ട് ആക്സസ് ചെയ്യുന്നത് കൊണ്ടാണ് എന്താണ് ഈ ഒരു ഫിനാൻഷ്യൽ വെൽത്ത് വരാനുള്ള അത് വരുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ്ലി ഫൈനാൻഷ്യൽ അസറ്റ്സ് സോൾഡ് വിത്ത് ക്യാപിറ്റൽ ഗെയിൻസ് അറ്റ് ഹയർ പ്രൈസസ് ആർ മെറ്റ് വിത്ത് എ റൈസിങ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ക്യാപിറ്റൽ ഗെയിൻസ് ഒരു ഹൈ പ്രൈസസ് നമ്മൾ സോൾഡ് ചെയ്യുകയാണെങ്കിൽ ഫിനാൻഷ്യൽ അസറ്റ് അത് ശരിക്കും പറഞ്ഞാൽ ഒരു റൈസിങ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് എടുക്കുന്നത്. പക്ഷേ അത് ഡിമാൻഡ് വളരെ കുറവുള്ള സമയമാണ്, പക്ഷേ അപ്പോഴും ആൾക്കാർ വാങ്ങാറുണ്ട്. എവിഡൻ്റ്ലി പോസിബിലിറ്റീസ് ഓഫ് അക്യുമുലേഷൻ അസെറ്റ്സ് ടേൺ ഈവൻ ബ്രൈറ്റർ വിത്ത് ഹൈ വാല്യൂ അസെറ്റ്. അതായത് കൊളാട്രൽസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വരുമ്പോൾ അക്യുമുലേറ്റ് ചെയ്യും, ആൾക്കാർ കൂടുതൽ വാങ്ങിച്ച് വെക്കും. അതായത് പിന്നീട് റൈസ് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പിന്നെ വാങ്ങാമെന്നുള്ളത്. അപ്പോൾ സ്റ്റോക്ക് പ്രൈസസിന് ഇതേ സെയിം സംഭവമാണ് നമ്മൾ അതിൽ കാണുന്നത്. ഇൻട്രസ്റ്റ് റേറ്റും ലോവർ റേറ്റ്സും, ഇൻട്രസ്റ്റ് റേറ്റ്സ് ഡിസ്കൗണ്ട് ചെയ്യും, ലോവർ റേറ്റ്സ് വരുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, സ്റ്റോക്ക് പ്രൈസസ് കൂടി വരും, കാരണം ആൾക്കാർ വാങ്ങാൻ ഡിമാൻഡ് വരും.
അപ്പോൾ നമുക്കറിയാം കട്ട്സ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ടൂൾസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നതെന്ന് വെച്ചാൽ ആൾക്കാർ പൈസ വാങ്ങാനും കുറയ്ക്കാനും നമ്മുടെ കയ്യിൽ ക്യാഷ് ആ ഒരു സംഭവം വരാനൊക്കെയാണ്. അതൊരു ടൂളായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതൊരു മെയിൻ സ്ട്രീം പ്രിസ്ക്രിപ്ഷനാണ്. അതായത് എക്സ്പാൻഷണറി പോളിസീസ് ലിമിറ്റ് ചെയ്യുന്ന ഒരു മെയിൻ സ്ട്രീം പ്രിസ്ക്രിപ്ഷനാണ്. അപ്പോൾ അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് പ്രൈസസിനെ എവിഡൻ്റ്ലി എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കറിയാം ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ മാർക്കറ്റ് കോൺഫിഡൻസും സബ്ജക്റ്റ് ടു മാർക്കറ്റ് കോൺഫിഡൻസ്. അതായത് നമുക്കറിയാം ഇന്ത്യയിൽ ഇപ്പോൾ ആൾക്കാർ കോൺഫിഡൻ്റ് ആണെങ്കിൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പോൾ US ഏറ്റവും കൂടുതൽ ആൾക്കാർ കോൺഫിഡൻ്റ് ആവാനുള്ള റീസൺ എന്താണ്? അവിടെ ഒരു സ്റ്റേബിൾ എക്കണോമി, ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഒരു മാർക്കറ്റ് കോൺഫിഡൻസ് ഉണ്ട്. അപ്പം ഇന്ത്യയിൽ അങ്ങനെ കോൺഫിഡൻസ് ഉള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നത്, നിക്ഷേപിക്കുന്നത്. അപ്പോൾ അലോങ് എ കോൺസെൻട്രിക് സർക്കിൾ അപ്പോൾ ഒരു റൈസിങ് അസറ്റ് പ്രൈസ് കൂടും, അപ്പോൾ അസറ്റ് ഇൻകം കൂടും, അങ്ങനെ ക്യാപിറ്റൽ ഗെയിൻ കൂടും. അതിങ്ങനെ കൂടി വരും. അപ്പോൾ ദ ഇൻക്രീഡ് അൺസർട്ടനിറ്റി ഇൻ റീറെഗുലേറ്റഡ് മാർക്കറ്റ്സ് വർക്കേഴ്സ് എ ബാരോമീറ്റർ ഫോർ സെറ്റിംഗ് ദ പേസ് ഓഫ് എക്സ്പെക്ടേഷൻസ് ആൻഡ് ഡിസിഷൻ. ദ മാർക്കറ്റ് മേ സഡൻലി സ്റ്റോൾ വെൻ എക്സ്പെക്ടേഷൻ ടേൺ അഡ്വേഴ്സ്. അപ്പം പെട്ടെന്ന് എക്സ്പെക്ടേഷനൊക്കെ മാറുകയാണെങ്കിൽ എന്ത് ചെയ്യും, സ്റ്റോളിങ് ഫുൾ സ്റ്റോപ്പ് ആവും. അപ്പോൾ സ്റ്റാൻഡേർഡ് കമ്പ്യൂട്ടർ റൺ പാക്കേജ് ഇൻ മാർക്കറ്റ് അവൈലബിൾ ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് വൈൽ ബേസ്ഡ് ഓൺ റാദർ എറോണിയസ് കാൽക്കുലേഷൻ ഓഫ് പ്രോബിലിറ്റീസ് fail to work attain desired scores of profitability. കറക്റ്റായിട്ട് പ്രോഫിറ്റബിലിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല വിത്ത് ദി കമ്പ്യൂട്ടർ റൺ പാക്കേജസ് വിത്ത് നമ്മൾ പ്രോബിലിറ്റി വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ റീസെൻറ്റ് എക്സാമ്പിൾസ് ഇൻക്ലൂഡിങ് നമ്മുടെ അറിയാം .com ബബിൾ എന്ന് പറയുന്ന ഒരു കൊളാപ്സ് ഉണ്ടായി, അറിയാലോ. 2008 നടന്ന ഒരു പ്രശ്നമാണ് സബ് പ്രൈം ക്രൈസിസ് എന്ന് പറയുക. അപ്പോൾ ആ ഒരു സമയത്തിലാണ് ഏറ്റവും കൂടുതൽ ഇഷ്യൂ വന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിനാൻസ് എങ്ങനെ ഈ ഒരു പ്രസൻറ്റ് സ്റ്റാറ്റസിലെത്തി ഈവൻ വിത്ത് ദിസ് കൈൻഡ് ഓഫ് പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ പവർ റിലേഷൻസിലാണ് ഏറ്റവും കൂടുതൽ വന്നത്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ അലയൻസസ് ബിറ്റ്വീൻ ദ ഫിനാൻസ് ആൻഡ് ദ റൂളിംഗ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ദ പാസ്റ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദ സ്വീപ്പിംഗ് പേസ് ഓഫ് ഫിനാൻഷ്യൽ ഡീലർ. നമ്മൾ 1990s തൊട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇങ്ങോട്ട് ക്ഷണിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഒരുപാട് മാർക്കറ്റ്സ് വന്നു, ഫ്യൂച്ചേഴ്സ് വന്നു, ഓപ്ഷൻസ് വന്നു, ഒരുപാട് ഡിവൈസസ് വന്നു. അപ്പോൾ അത് ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങി. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നു, ഷാഡോ ബാങ്ക്സ് വന്നു. അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ വന്നു അല്ലേ, നോൺ ബാങ്ക്സ് വരെ വന്നു. അപ്പോൾ സ്റ്റേറ്റ്സ് ക്ലോസ് പ്രോക്സിമിറ്റി ടു ബിഗ് ഫിനാൻസ് ഇസ് ഓൾസോ എവിഡൻറ്റ്. അതായത് സ്റ്റേറ്റിന് എന്തുമാത്രം പവർ ഉണ്ട് നമ്മുടെ ഫിനാൻസിലേക്ക് എന്നുള്ളതും ഇവിടെ ഒരു സംഭവമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു പ്രോ ഫൈനാൻസ് സ്റ്റാൻസ് ആണ്, സ്റ്റേറ്റിൻ്റെ പ്രോ ഫൈനാൻസ് സ്റ്റേറ്റ് ആണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം ആ ഒരു പ്രോ ഫൈനാൻസ് സ്റ്റാൻസ് ഓഫ് ദി സ്റ്റേറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു കൺട്രിയുടെ ഫുൾ ഫിനാൻഷ്യൽ സെക്ടറും നിൽക്കുന്നത്. ഓക്കെ, എന്നാൽ പോലും കുറേയൊക്കെ ഡിസ്പൈറ്റ് ദർ വിൽ ബി ഡൗൺ സ്ലൈഡ്സ്. അപ്പോൾ ഒരുപാട് പോളിസീസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് അപ്പോൾ സഡൻ കോൺഫിഡൻസ് വരികയാണെങ്കിൽ, ഫിനാൻഷ്യൽ ലോസസ് ഒക്കെ വരികയാണെങ്കിൽ അത് റിയാലിറ്റിയാണ്. അപ്പോൾ കറ്റാസ്ട്രോഫീസ് അങ്ങനെ വരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് കുറച്ചുകൂടി കോഷനായിട്ട് എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് പുള്ളിക്കാരൻ പറയുന്നത്. സോ ഫോമർ പ്രൊഫസർ ഓഫ് JNU, ഓക്കെ, ന്യൂഡൽഹിയിലെ JNUവിലെ ഫോമർ പ്രൊഫസറാണ്. ഞാൻ എന്നും കൂടെ ആലോചിച്ചോളൂ, ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേ. ഓക്കെ, ബ്രിഡ്ജിങ് ദ ഗൾഫ് ബിറ്റ്വീൻ എ ഡ്രീം ആൻഡ് റിയാലിറ്റി, നമ്മുടെ മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം ഇത് നമ്മുടെ എത്തിക്സിന് നമുക്ക് യൂസ് ചെയ്യാവുന്ന എഡിറ്റോറിയലാണ്. നമ്മുടെ വിഷണറി ആയ ലീഡേഴ്സ് ഒരുപാട് പേരുണ്ട്. ഇൻഡെലിബിൾ ഇംപ്രിൻറ്റ് ഓൺ തോട്ട് ആൻഡ് ആക്ഷൻ നോട്ട് ഓൺലി റിഫ്രഷ് ദ മെമ്മറീസ് ഓഫ് ദ ട്രാൻസ്ഫോർമേറ്റീവ് ഇമ്പാക്ട് ബട്ട് ഓൾസോ റീകണ്ടിൽസ് ഹോപ്പ്. നമുക്ക് ഹോപ്പ് തരുന്നതല്ലേ. നമ്മൾ ഒരുപാട് മഹാന്മാരുടെ കഥകളും അവരുടെ ഫൈറ്റ്സും അവരുടെ സ്ട്രഗിളും കാണുമ്പോൾ നമ്മളിലേക്ക് സ്ട്രഗിൾ ചെയ്യുന്ന എന്ത് ചെറുത് എന്ന് നമുക്ക് തോന്നിപ്പോകും. നമുക്കത് ഇൻസ്പിറേഷൻ ആണല്ലേ. സോ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാളാണ് ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ്. സോ ഒരുപാട് പേരെ 20th century ഇൻസ്പയർ ചെയ്ത്, അതായത് ശരിക്കും ഒരു ലെഗസിയാണ് പുള്ളിക്കാരൻ വിട്ടിട്ട് പോയി US. സോ ലെറ്റ് സി വാട്ട് ബ്ലാക്സ് ലൈഫ്സ് മാറ്റർ എന്ന് പറയുന്ന ആ ഒരു മൂവ്മെൻറ്റ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സംഭവം ഇപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, റിഫ്ലക്റ്റ് ചെയ്ത് കാണാം. അപ്പോൾ നമ്മുടെ ഇത് ശരിക്കും പിന്നെ ഇന്ത്യയുടെ ലാസ്റ്റിംഗ് ലെഗസിയിലും പുള്ളിക്കാരൻ്റെ പല കാര്യങ്ങളും നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് കുറേ സംഭവം നിങ്ങൾ എന്ത് ചെയ്യുക, പിക്ക് ചെയ്തെടുത്തിട്ട് ആ പോയിൻറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിലേക്ക് ഇടുക. ഓക്കെ, എനിക്ക് സമയമില്ല, മോന് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കാം. അപ്പോൾ എനിവേസ് അത് നിങ്ങൾ ഉറപ്പായിട്ടും വായിക്കണം. നല്ലൊരു ആർട്ടിക്കിളാണ്. റൈസ് ഓഫ് ഷാഡോ ഓൺട്രപ്രണർഷിപ്പ് സ്പൈറൽ ഔട്ട് ഓഫ് കൺട്രോൾ. ഇതും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, ഇതെന്താ നോക്കട്ടെ. ഈസി ലോൺസ്, ഇപ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടില്ലേ. അപ്പോൾ ഒരുപാട് പേര് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഈ കൊറോണ വന്നതിന് ശേഷം ഒന്നെന്ന് പറയുന്നത് ഈ കോഡിങ് പഠിക്കുക, പിള്ളേരെ കോഡിങ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് അത്, പിന്നെ ഈ നമ്മുടെ ബൈജൂസ് ആപ്പ് പോലത്തെ ആപ്സ്, എന്താ പറയുക, കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡാണ്. അത് എല്ലാവർക്കും ഉള്ളതാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് ഹ്യൂമൻ നേച്ചർ. അപ്പോൾ അത് പിന്നെ ബെറ്റിംഗ് എക്കണോമി, ഓൺലൈൻ ഗെയിംസ്, ഇതെല്ലാം വന്നിട്ടുണ്ട്. ഇതിനൊന്നും നമ്മൾ കറക്റ്റായിട്ട് റെഗുലേറ്റ് ചെയ്തില്ല. കാരണം ഡിജിറ്റൽ എക്കണോമി എന്ന് പറയുന്നത്, ഡിജിറ്റൽ വേൾഡ് എന്ന് പറയുന്നത് ഇന്ത്യ ഇപ്പോഴും കറക്റ്റായിട്ട് റെഗുലേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവിടെ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. ഈ ലൂപ്പ് ഹോൾസ് യൂസ് ചെയ്താണ് ഈ ക്രിമിനൽസ് ഒക്കെ രക്ഷപ്പെടുന്നത്. നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ഇതിൽ തട്ടിപ്പിലൊക്കെ ഇരയാവുന്നുണ്ടല്ലേ. സോ ഇറ്റ്സ് ബിക്കോസ് നമുക്ക് ഡിജിറ്റൽ ലിറ്ററസി വളരെ കുറവാണ്. അറിയാവുന്ന ആൾക്കാർ പോലും ഇതിൽ ട്രാപ്പായി പോകും എന്നുള്ളതാണ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ്സ് ടു സേ. ഓക്കെ, സോ എന്തുകൊണ്ട് ഗവൺമെൻറ് ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ഇറ്റ്സ് എ വെരി ബിഗ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതും വായിക്കാം.
Heat of the moment. Earth's global average surface temperature in 2020 tied with 2016 for the hottest year on the record. സോ നമുക്കറിയാം 9 ഔട്ട് ഓഫ് വേൾഡ്സ് 10 വാമസ്റ്റ് ഇയർ എന്ന് പറയുന്നത് 2010നും 2020ക്കും ഇടയ്ക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും ട്രെൻഡ്സ് വന്ന ഹ്യൂമൻ ആക്ടിവിറ്റീസ് ലൈക്ക് ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്, ഡിഫോറസ്റ്റേഷൻ, ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ നാസയിലെ സയൻറ്റിസ്റ്റ് കൊണ്ടുവന്ന ഒരുപാട് ഡാറ്റാസൊക്കെയാണ് തന്നിരിക്കുന്നത്. സോ റൈറ്റായിട്ട് ഈ ഡാറ്റാസൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസേഴ്സ് യൂസ് ചെയ്യാം. ജിയോഗ്രഫി ഓപ്ഷണൽസ് പ്ലീസ് ഇത് നിങ്ങൾ പഠിച്ച് വെച്ചേക്കുക. ഓക്കെ, ഈ ഡാറ്റാസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത് നമ്മുടെ ആർട്ടിക്കിൻ്റെ വരുന്ന ഇമ്പാക്റ്റാണ്. ആലോചിച്ച് നോക്കുക. ഞാനൊരു നാസയിൽ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതായത് ഒരു 1990s തൊട്ട് 2020 വരെയുള്ള ഫോട്ടോസാണ്. ഓക്കെ, അത് ഞാൻ വേണമെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേക്കാം. അതായത് എത്രത്തോളം നമ്മുടെ വേൾഡ് ഈസ് വാർമിങ് അപ്പ് എന്ന് പറയുന്ന ഒരു ഫുൾ ഒരൊറ്റ ഫോട്ടോയിലാണ് കാണിക്കുന്നത്. സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹൗ ഹൈ ഈസ് ദാറ്റ്. എനിവേ, സോ ദിസ് ഈസ് അബൌട്ട് ഇറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. അപ്പോൾ എഡിറ്റോറിയൽ അനാലിസിസ് കഴിഞ്ഞിരിക്കുകയാണ്. 2 ആർട്ടിക്കിൾ നിങ്ങൾ വായിക്കുക. അതിൽ വലിയ സീനൊന്നുമില്ല. സീനുണ്ടായിരുന്ന 2 ഞാൻ വായിച്ചു. എനിവേസ്, ഒരു പുതിയ ട്രാൻസ്പോർട്ട് ഫേം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേരള കേട്ടോ. KSRTC സ്വിഫ്റ്റ്. ഓക്കെ എല്ലാവർക്കും 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എല്ലാവർക്കും പോയി ഒരു ബസ് വാങ്ങാം. ഓക്കെ, എനിവേസ്, എന്തല്ലേ UK ഇൻവൈറ്റ്സ് PM മോദി ടു G7 സബ്മിറ്റ് ഇൻ ജൂൺ. സോ G7 സബ്മിറ്റ് എന്താണ്? G7 സബ്മിറ്റിൽ ഇന്ത്യയിലെ മെമ്പറാണോ അല്ലയോ, അതാണ് അവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇന്ത്യ ഇസ് നോട്ട് എ മെമ്പർ. G7 എന്ന് പറയുന്നത് എന്ത് കൺട്രീസാണ്? ഡെവലപ്ഡ് കൺട്രീസാണ്. അപ്പോൾ ഇൻവിറ്റേഷൻ കിട്ടിയിരിക്കുകയാണ് G7 സബ്മിറ്റ് ചെയ്യാൻ. അപ്പോൾ G7 നമുക്ക് പോകാനായിട്ട്. മാത്രമല്ല ഈ G7 എന്ന് പറയുന്നത് ഇസ് വൺ ഓഫ് ദി കോർ ഗ്രൂപ്പിംഗ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രൂപ്പിംഗ്സിൽ നമ്മൾ പോകാൻ, നമ്മൾ ഇൻവൈറ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് ആൻഡ് അമേസിങ് ഓപ്പർച്യൂണിറ്റി ഫോർ ഇന്ത്യ ടു എക്സ്പ്രസ് ഇറ്റ്സ് ഐഡിയ അല്ലേ. അപ്പോൾ അത് വേണ്ടിയിട്ടാണ്. പുള്ളി ചുമ്മാ അല്ല പോകുന്ന, പുള്ളിക്കാരൻ പറയും, പല കാര്യങ്ങളും പറയും. ഓക്കെ, സോ ലെറ്റ്സ് സീ വാട്ട് വിൽ ഹാപ്പൻ ആഫ്റ്റർ ഈസ് ഗോയിങ് ടു G7. ഇതാണ് നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ നമ്മൾ ഇന്ന് പറയുന്നു G7 സബ്മിറ്റ് നമ്മൾ ഇന്ത്യ ക്ഷണിക്കുകയാണ് ജൂണിലാണ്. അപ്പോൾ നമ്മൾ ജൂണിൽ വായിക്കുമ്പോൾ കാണുന്നു ഇന്ത്യയിൽ നരേന്ദ്രമോദി അവിടെ പോകുന്നതും അവിടെ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ മാനിച്ച് ചെയ്യുന്നതും എല്ലാം നമ്മൾ ഫോട്ടോസാണ്. സോ ഇറ്റ്സ് ലൈക്ക് എ സീരീസ്. സോ വൺസ് യു ഗെറ്റ് ഇൻ ടു ദാറ്റ് ഫോം ഓഫ് റീഡിങ് ന്യൂസ് പേപ്പർ, you will always be in that position to read newspaper. ഓക്കെ, അത് ന്യൂസ് പേപ്പറിൻ്റെ ഒരു സംഭവമാണ്. ഇതൊരു നല്ലൊരു സംഭവമാണ്. ക്ലൈമറ്റ് ഏജൻസി ഇന്ത്യ ആൻഡ് വേൾഡ്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ആവശ്യമുള്ള മാത്രം എടുക്കുക. ഓക്കെ, ആവശ്യമില്ലാത്തൊന്നും എടുക്കരുത്. ചുമ്മാ വായിച്ച് സമയം കളയരുത്. നിങ്ങൾ NCERT സ്റ്റാൻഡേർഡ് ബുക്സൊക്കെ വായിക്കുക. അതാണ് ഏറ്റവും ആവശ്യമായ കാര്യം. ഓക്കെ, സോ ഇത് കീ ഇൻസൈറ്റ്സ് ആണ്. CSIR സ്റ്റാഫ് നമ്മുടെ വൈറസിനെ എക്സ്പോസ് ചെയ്തു സർവേ പ്രകാരം. ഓക്കെ, സർവേ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, ലോങ്സ്റ്റ്യൂഡിനൽ സ്റ്റഡി അതൊന്ന് വായിച്ച് നോക്കുക. വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തത് ഫ്രീ വാക്സിൻ, അത് വേണ്ട. സെൻട്രൽ എക്സ്റ്റൻസ് പവാൻ ഹാൻസ് ബിഡിങ് ഡെഡ്ലൈൻസ് ബൈ എ മന്ത്, അത് വേണ്ട. എന്തോ ആ സംഭവം തരാൻ പോകുന്നത് നോക്കിയാൽ മതി കേട്ടോ, വേറെ ഒന്നും നോക്കണ്ട. 8 more trains connects കെവാഡി. അപ്പോൾ ഈ കെവാഡി എവിടെയാണെന്ന് നോക്കുക, എന്താണ് അതിൻ്റെ പ്രത്യേകത നോക്കുക. ഓക്കെ, അതൊക്കെ നോക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാപ്പിൽ നോക്കി വെച്ചേക്കുക. എയ്റോ ഇന്ത്യ ടു ഷോക്കേസ് ഇൻഡിജിനിയസ് ഹെലികോപ്റ്റേഴ്സ്. സോ എനിവേസ് നിർത്തുകയാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എക്കണോമിക്സ് ഇല്ല കേട്ടോ, മൺഡേസ് എക്കണോമിക്സ് ഇല്ല. നോക്കട്ടെ, ഇല്ല, എക്കണോമിക്സ് ഇല്ല. ബാക്കി അങ്ങ് നോക്കി വെച്ചേക്കുക. IR കൂടെ നോക്കാം. സോ താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് ബീയിങ് പാർട്ട് വിത്ത് മീ. മോൻ്റെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ട്. സോ എക്സ്ക്യൂസ് ഫോർ ദാറ്റ്.